ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഞങ്ങൾക്ക് ലൈവ് ഓപ്ഷൻ ഉണ്ട്, ലൈവ് എങ്ങനെ പോവാന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കറിയണ രീതിയിൽ നമ്മൾ ലൈവ് പോണത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ കാണിക്കാൻ പോണത്. അപ്പോൾ ലൈവ് പോയി കഴിഞ്ഞ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ചാനലിനുണ്ട്, അത് കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ ആ ഗുണങ്ങളും നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ലൈവിൽ പോണതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോണ രീതിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ലൈവിൽ പോകണം ഞങ്ങൾ പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഗാലറിയിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ നമ്മൾ യൂട്യൂബ് എടുക്കണം കേട്ടോ. യൂട്യൂബിൽ നമ്മൾ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതങ്ങനെ യൂട്യൂബ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ആയിട്ട് അപ്പോൾ അത് അടിയിൽ കണ്ടെന്ന് ഒരു 5 ഓപ്ഷനുകളുണ്ട്. അതിൽ നമ്മൾ സെൻറ്ററിൽ കാണുന്ന പ്ലസ് ബട്ടണിലൊന്ന് നമ്മൾ ടിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പ്ലസ് ബട്ടൺ ചെയ്ത് ലൈവ് ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും കേട്ടോ, വീഡിയോ ഷോർട്ട്. അപ്പോൾ ഈ ലൈവിൽ നമ്മൾ ഞെക്കുക കേട്ടോ. അങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ വലത്തെ ഭാഗത്ത് ഒരു പേനേരെ ഒരു ഇത് കണ്ട അതുമ്പോൾ നമ്മൾ ടിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ടിക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പ്രസ് ചെയ്യുക. അതിൽ നമ്മൾ ചെയ്യുന്നത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വല്ലത് എഴുതണമല്ലോ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം, അല്ലെങ്കിൽ ഞങ്ങൾ ലൈവിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. അത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഏതാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൈപ്പ് ചെയ്യട്ടെ. അപ്പം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ ഇംഗ്ലീഷിൻ്റെ ഒരു അക്ഷരങ്ങൾ വെറുതെ ഇങ്ങനെ കാണിക്കണമെന്നുള്ള കേട്ടോ. അതിനുശേഷം അതേപോലെ തന്നെ അടിയിൽ വലത്തെ ഭാഗത്ത് കണ്ട അടിയിൽ വലത്തെ ഭാഗത്ത് ഒരു ടിക്ക് കണ്ട ആ ടിക്കിൽ ഞെക്കാട്ടെ. ടിക്കിൽ ഞെക്കിയിട്ട് പബ്ലിക് ആണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പബ്ലിക്കിന് കേട്ടോ. അപ്പോൾ നമ്മൾ സെൻട്രൽ നെക്സ്റ്റ് ഞെക്കുമ്പോൾ അത് എങ്ങനെ വരും കേട്ടോ. അപ്പോൾ അടിയിൽ നോ കിഡ്സ് എന്ന് കാണിക്കട്ടെ. ആ നോ കിഡ്സിൽ നമ്മൾ ഞെക്കണം. എന്താ കാരണം ഇത് കുട്ടികൾക്ക് കാണാനുള്ളതല്ല എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഡണ്ണടിക്കാട്ടോ. ഡണ്ണടിക്കുമ്പോൾ അത് ഇതിങ്ങനെ വരും കേട്ടോ. ഡണ്ണടിക്കുമ്പോൾ ഇതിങ്ങനെ വരും. അപ്പോൾ ഇതിൽ ആ മുകളിൽ ഇടത്തെ ഭാഗത്ത് കാണുന്ന പേനയുടെ ടിക്ക് മാർക്കിംഗ് ഉണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്യട്ടെ. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ കണ്ട അടിയിൽ മുകളിൽ 3 ഓപ്ഷനുകൾ വരും. അതിലിത് യൂസ് ദ തംബ്ലൈൻ എന്ന് പറഞ്ഞിട്ട് കണ്ട മുകളിലേക്ക് ഒരു ഏരോ. ആ ഏരോമ്പോൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യട്ടെ. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അത് പോണത് നമ്മുടെ ഗാലറിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഗാലറിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈവിൽ പോകാൻ വേണ്ടിയിട്ടൊരു തംബ്ലൈൻ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പോൾ അതിൽ ഇഷ്ടമുള്ളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഇതിങ്ങനെ സൈസ് വരാട്ടെ. അപ്പോൾ ആ സൈസിലേക്ക് നമ്മൾ കറക്റ്റ് ആക്കാം. ഇതാണ് യൂട്യൂബിൻ്റെ സൈസ് ഇട്ടാ. ഈ യൂട്യൂബ് സൈസിലേക്ക് ആക്കി അതിന് ശേഷം നമ്മൾ ഡണ്ണടിക്കാട്ടാ. ഡണ്ണടിക്കുമ്പോൾ ഇതങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈവ് ലൈവിൻ്റെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈവിലോട്ട് പോകട്ടെ. എങ്ങനെയാണ് നമ്മൾ ലൈവ്. അപ്പോൾ ഇങ്ങനെയാണ് ലൈവിൽ പോണത്. ലൈവ് കഴിഞ്ഞിട്ടില്ല, ഫുൾ റെഡിക്ക് പൂർണ്ണമായി ലൈവ് കഴിഞ്ഞിട്ടില്ല. ഇതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് നമ്മൾ ലൈവ് പോയി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് നമ്മുടെ ലൈവിൽ വല്ല എന്താ പറയുക കോപ്പിറൈറ്റിങ്ങോ അല്ലെങ്കിൽ കുട്ടികൾ കരയണതോ അല്ലെങ്കിൽ കുട്ടികളുടെ വസ്ത്രത്തിനെ കുറിച്ചുള്ള വല്ല കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5 മിനിറ്റ്. അത് അവർ അവിടെ യൂട്യൂബിൻ്റെ മെയിൻ ഓഫീസിൽ അതിൻ്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ട് നമ്മൾ ഡോളർ ഓൺ ആക്കിയിടണം. ഡോളർ ഓൺ ആക്കിയിട്ടതിന് ശേഷം സേവ് ഡണ്ണടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ ലൈവ് കംപ്ലീറ്റ് ആവുക. ഇനി ലൈവിനെ കുറിച്ചുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈവിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ലൈവ് പോണതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് കുറേ പേർക്ക് ലൈവ് ഇല്ല, കുറേ പേർക്ക് ലൈവ് ഉണ്ട്, ലൈവ് ഓപ്ഷൻ ഉണ്ട്. അവരൊന്നും ലൈവ് ഇതുവരെയായിട്ട് പോയിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. നമ്മൾ ആദ്യത്തെ കാര്യം എന്തിട്ടാന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ കൂടുതൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പല രാജ്യത്തിരുന്നിട്ട് പല ആൾക്കാർ ഇന്ന് കാണാൻ ഇതാലോ. അപ്പോൾ നമ്മുടെ ലൈവ് കാണുമ്പോൾ നമ്മുടെ സംസാര രീതി അതൊക്കെ കാണുമ്പോൾ അവർ നേരെ നമ്മുടെ ചാനലിലോട്ട് കയറി നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനലിൽ നല്ല നല്ല കണ്ടന്റുള്ള വീഡിയോകളും ഷോർട്ട് വീഡിയോകളും ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലിനെ ഓട്ടോമാറ്റിക്കായി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഓരോ ലൈവിൽ നമുക്ക് സബ്സ്ക്രൈബർ കൂടും. നമ്മുടെ ലൈവ് കണ്ട് നമുക്ക് സബ്സ്ക്രൈബർ കൂടും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് അവർ കിട്ടും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു ഡോളർ, അതായത് ബാക്കിയുള്ള ലോങ് വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലും കിട്ടണ പോലെ കിട്ടില്ല, ചെറിയൊരു ഡോളർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചാനലിനെ കൂടുതൽ നമുക്ക് റീച്ച് ആക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക. ഇതേപോലെ കാര്യങ്ങൾ തമ്പലൈനും ലൈവിലായാലും നമ്മുടെ ലോങ് വീഡിയോയിലായാലും ഒരുപാട് തമ്പലൈനോ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നല്ല നല്ല തമ്പലൈനുകൾ ഇടാം. അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരുപാട് പേര് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ലൈവ് പോവുക, ലൈവുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളങ്ങ് പറയണത്. നമ്മൾ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക. എല്ലാവർക്കും നല്ല റീച്ചും കാര്യങ്ങളും ഉണ്ടാവട്ടെ, സബ്സ്ക്രൈബർ കൂടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.
അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശരി അപ്പോൾ.